എല്ലാവർക്കും നമസ്കാരം. കടുപ്പത്തിൽ ഒരു കഥയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യ കഥ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തതിൽ നിറയെ സന്തോഷം, സ്നേഹം. പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമുണ്ട്, പറയാതെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമുണ്ട്. പറയാതെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ആവുന്നില്ല എങ്കിൽ അവ പിന്നെ പറഞ്ഞാലും മനസ്സിലാകില്ല. ഇന്നത്തെ കഥയുടെ പേര് ഹംസവിനോദിനി. നമുക്ക് ഇനി കഥ കേൾക്കാം. മുൻവശത്തെ ഇളം തിണ്ണയിൽ കാലും നീട്ടിയിരുന്ന് ആകാശത്തേക്ക് അലക്ഷ്യമായി നോക്കിയ സുഗുണ നോട്ടം പിൻവലിക്കാനാവാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു. രാത്രി കരിമ്പടം വലിച്ചിട്ടതുപോലെ മൂടിക്കിടന്നിരുന്ന ആകാശം എത്ര പെട്ടെന്നാണ് ഭാവം മാറിയിരിക്കുന്നത്. പിണങ്ങി മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടതെന്തെങ്കിലും കാണുമ്പോൾ എന്തിനു പിണങ്ങി എന്നത് മറന്നു പോകുന്നത് പോലെ. അല്പം മുൻപ് മൂടിക്കിടക്കുകയായിരുന്നു എന്നതിൻ്റെ വിദൂര ഛായ പോലും ഇല്ലാത്ത വണ്ണം തിളക്കമുള്ള വെള്ളി നിറത്തിൽ പല തട്ടുകളായി കിടക്കുന്ന ആകാശം. നോക്കിയിരിക്കെ രൂപം മാറുന്ന മേഘത്തുണ്ടുകൾ. വെള്ളി നിറത്തിന് അലുക്കുകൾ വരയ്ക്കുന്ന കടും ചുവപ്പ്. ചിലയിടങ്ങളിൽ അത് സ്വർണ്ണവർണ്ണമാകുന്നു. അവിടെവിടെയായി കറുത്ത തുണ്ടുകളും കാണാം. നഗരത്തിലെ തിരക്കിൽ നിന്നും ഈ അതിർത്തി ഗ്രാമത്തിലേക്കുള്ള ജീവിതമാറ്റം മാധവൻകുട്ടി വരുത്തി വെച്ചതായി മാത്രമാണ് അവൾക്ക് തോന്നുന്നത്. നേർവരയിൽ കൂടി മാത്രമേ സഞ്ചരിക്കൂ എന്ന മട്ടിലുള്ള അയാളുടെ കർശനമായ നിലപാടുകൾ ആദ്യകാലങ്ങളിൽ മതിപ്പ് തോന്നിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവളെ അലോസരപ്പെടുത്തുകയാണുണ്ടായത്. എടോ, താൻ ഭൂമിശാസ്ത്രത്തിൽ മിടുക്കിയാണ് എന്നല്ലേ പറയാറുള്ളത്? എങ്കിൽ പറയൂ, ഉപ്പൽ എന്ന സ്ഥലം എവിടെയാണ്? ചെറിയ ചിരിയോടെ നോക്കി നിന്ന ആ മുഖം കണ്ടപ്പോഴേ അവൾക്ക് തോന്നിയിരുന്നു ആ ചോദ്യത്തിന് പിറകിൽ എന്തോ അത്ര സന്തോഷകരമല്ലാത്ത ഒന്ന് വരുന്നുണ്ടെന്ന്. ഇതാദ്യമായല്ലോ അവൾ ആ പ്രത്യേകതരം ചിരി കാണുന്നത്. മനസ്സ് തന്ന മുന്നറിയിപ്പ് ശരിയാണെന്ന് മനസ്സിലായത് വെള്ളിയാഴ്ച വൈകുന്നേരം ഓഫീസിൽ നിന്ന് എത്തിയപ്പോഴാണ്. തനിക്ക് മനസ്സിലായോ ഉപ്പൽ എവിടെയാണെന്ന്? ഇല്ലല്ലോ. ഏതായാലും ഇനി നമുക്ക് ഒരുമിച്ച് പോയി കണ്ടുപിടിക്കാം. നാളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങണം, ഞാനും കൂടാം. അങ്ങനെ ഒരു സ്ഥലം കേരള കർണാടക അതിർത്തിയിൽ ഉണ്ടെന്നത് തന്നെ അവൾക്കറിയുമായിരുന്നില്ല. കയറ്റി അയക്കുന്ന സാധനങ്ങൾ ഇത്തവണ എത്തുമ്പോഴേക്കും ഏതവസ്ഥയിൽ ആവും എന്നതും എത്ര ദിവസങ്ങൾ ഗ്രഹോപകരണങ്ങളില്ലാതെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്നതും മാത്രമേ അവൾ ആലോചിച്ചുള്ളൂ. കൂടുതൽ ആലോചിച്ചിട്ടും ഒന്നും ചെയ്യാനില്ല എന്നുറപ്പായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഇന്ദീവരം എന്ന് പേരിട്ടിരുന്ന വാടക വീടിൻ്റെ പടിവാതിൽക്കൽ ആ പേരും നോക്കി നിന്ന അവൾക്ക് ആ പേരിനോടും വിശാലമായ മുറ്റമുള്ള ആ വീടിനോടും നന്നേ ഇഷ്ടം തോന്നി. ഇന്ദീവരം എന്ന് വച്ചാൽ താമര അല്ലേ? ആർക്കറിയാം ഇതൊക്കെ? പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള അലസ മറുപടി അവളെ തീരെയും അടുപ്പിച്ചില്ല. പൊതുവായുള്ള താല്പര്യങ്ങൾ വളരെ കുറവായ തങ്ങളുടെ ജീവിതത്തിൽ ഇതിനൊക്കെ മടുക്കാൻ തുടങ്ങിയാൽ ഒരവസാനമുണ്ടാവില്ല എന്നവൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇതേപോലെ മാധവൻകുട്ടി വരുന്നതും കാത്തിരുന്നപ്പോഴാണ് മുൻവശത്തെ മതിലിൻ്റെ മറവിൽ ഒരനക്കം കണ്ടത്. ആദ്യം അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് കയ്യിലിരുന്ന പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്നും കുതറിമാറിയ കണ്ണുകൾ അവിടെ കൂടി തുടങ്ങി. കുറേശ്ശെ തുരുമ്പിച്ചു തുടങ്ങിയ അഴികൾക്കിടയിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന പളുങ്കു കണ്ണുകൾ. എന്തൊരു കൗതുകവും പരിഭ്രമവുമായിരുന്നു അവയിൽ. വേണ്ട എന്ന് മനസ്സു പറഞ്ഞിട്ടും സ്വാഭാവികമായ ഒരിഷ്ടം കൊണ്ടാവണം അറിയാതെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. അകത്തേക്കുള്ള ക്ഷണം കാത്തു നിൽക്കുകയായിരുന്നു എന്ന മട്ടിൽ അടുത്തെത്തിയ ആ കണ്ണുകളിൽ തീരെ അപരിചിതത്വമുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ ആളല്ലേ, മനസ്സിലായില്ലേ എന്നൊരു മുഴുവൻ ചോദ്യം ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തൂവെള്ള നിറത്തിന് തികഞ്ഞ വ്യതിരേകമായി വാലിൽ മാത്രം കറുപ്പ്, കഴുത്തിൽ സുവർണ നിറത്തിൽ ഒരു വലയം, മാലയിട്ടതുപോലെ. രോമങ്ങൾ നിറഞ്ഞു നിന്ന വാൽ കൊടിമരം പോലെ ഉയർത്തിപ്പിടിച്ചിരുന്നു. വരാന്തയിൽ ഒഴിച്ചു കൊടുത്ത പാൽ ഒരു കുറുങ്ങലോടെ തറയിലെ പൊടിയടക്കം മുഴുവൻ അകത്താക്കുന്നത് നോക്കി നിന്നപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ പൂച്ചസ്നേഹമാണ്.
തലേദിവസം വായിച്ചു തീർത്ത പത്മനാഭൻ്റെ കഥ അങ്ങനെ തന്നെ മനസ്സിൽ കിടന്നിരുന്നു. അപകടകാരി അല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവാം തന്നോട് നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞ് വരാന്തയിൽ കിടന്ന കുറിഞ്ഞിയെ നോക്കിയിരുന്നപ്പോൾ മാധവൻകുട്ടി വരാൻ തിടുക്കമായിരുന്നു. തൻ്റെ പുതിയ കൂട്ട് കാണിച്ചു കൊടുക്കാനുള്ള തിടുക്കം. എന്നിട്ടോ ഇത്രയും ഓമനത്വമുള്ള ഒന്നിനെ കണ്ടപ്പോൾ ആ മുഖത്തുണ്ടായ മാറ്റം. ഡെറ്റോൾ ഇട്ട് കൈ കഴുകി അകത്തേക്ക് കയറൂ. പറഞ്ഞ സ്വരത്തിൽ മുന്നിട്ട് നിന്നത് ശാസനാഭാവമാണ്. ഒരു വസ്തു കൊടുത്തു പോകരുത്. എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഈ ജന്തുവിനെ. നമ്മുടെ വീട്ടിൽ പൂച്ച വേണ്ട. തനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? വാതിലിനപ്പുറത്തേക്കും ഉയർന്ന പതിഞ്ഞ സ്വരം മനസ്സിൽ നിന്നും മായ്ക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ കിടന്നത്. സാധാരണ ഉണ്ടാവാറില്ലാത്തതുപോലെ മനസ്സ് ഒരു വിഷാദം വാരി പുതച്ചിരുന്നെങ്കിലും സാവധാനം പറഞ്ഞ് നേരെയാക്കാം എന്നൊരു ചെറിയ പ്രതീക്ഷ ബാക്കി നിന്നിരുന്നു. ഒക്കെ തകർത്തത് കാലം തെറ്റി പെയ്ത ഒരു മഴയാണ്. ഇന്ന് രാവിലെ ഉണർന്ന ശേഷം മഴ ആസ്വദിച്ച് മുൻവശത്ത് മടി പിടിച്ചിരുന്നതാണ്. കോൾഗേറ്റ് പതയുമായി മുറ്റത്തേക്കിറങ്ങുന്ന ആളെ കണ്ടുകൊണ്ടാണ് അടുക്കളയിലേക്ക് കയറിയത്. ഇന്നലെ രാത്രി തുടങ്ങിയിരുന്ന ഉന്മേഷമില്ലായ്മ രാവിലെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സാധനങ്ങൾ പാഴ്സൽ എത്താത്തതിന് രാത്രി ഒന്നും രണ്ടും പറഞ്ഞ് മുഷിഞ്ഞിരുന്നത് മനസ്സിൽ കിടന്നിരുന്നു. പാലെടുത്ത് സോസ് പാനിലൊഴിച്ച് പാകത്തിന് വെള്ളവും ചേർത്ത് തിളയ്ക്കാൻ വെച്ച് അതും നോക്കി നിന്നപ്പോഴാണ് മന്ദസ്വരത്തിലുള്ള ആ വിളി കേട്ടത്. ജനാലയ്ക്കപ്പുറം കുറിഞ്ഞി എന്തോ രഹസ്യം പറയാനുണ്ട് എന്ന മട്ടിൽ നോക്കി നിൽക്കുന്നു. അവളോട് കുശലം പറയാൻ പിന്നാമ്പുറത്തേക്ക് നടന്നപ്പോൾ മറ്റൊന്നും ഓർമ്മയിൽ വന്നില്ല. രാത്രി തുടങ്ങിയ മഴയിൽ ആകെ നനഞ്ഞു കുതിർന്ന് സുന്ദരിയായ പ്രകൃതി ഒറ്റ നോട്ടത്തിൽ തന്നെ മറ്റൊരു ലോകത്തെത്തിച്ചു. തലേന്നുവരെ നരച്ചതുപോലെ കിടന്നിരുന്ന ഭൂപ്രകൃതി ഒരൊറ്റ മഴയിൽ തന്നെ മുഖഛായ മാറ്റിയത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. 2 തട്ടായി കിടന്നിരുന്ന വിശാലമായ പറമ്പിൻ്റെ അതിരിൽ കണ്ട ചുവപ്പ് നിറം അറിയാതെ തന്നെ അങ്ങോട്ടേക്ക് വലിച്ചടുപ്പിച്ചു. മാവിൻ ചുവടോട് ചേർന്ന് നിൽക്കുന്ന ചുവന്ന പൂവ്, 1000 കതിർപ്പുകൾ ഒരൊറ്റ പൂവായി ഒരുമിച്ചു നിൽക്കുന്നു. വേനൽ മഴയ്ക്ക് ശേഷം പൊടുന്നനെ കിളിർക്കുന്ന ഏപ്രിൽ ലില്ലി, ഒരു വലിയ ചുവന്ന കുട പോലെ. ചുറ്റും ഓടി നടന്ന് കുറുങ്ങിക്കൊണ്ട് അവളുടെ കാലിൽ വന്നുരുമി മാറാൻ തുടങ്ങി കുറിഞ്ഞി. നിറയെ അസൗകര്യങ്ങൾക്കിടയിലും അവൾക്ക് ആ ചെറിയ സ്ഥലത്തോട് വല്ലാത്ത സ്നേഹം തോന്നി. ആഹാ, സ്വപ്നം കാണലിപ്പോൾ പുറത്തു നിന്നും തുടങ്ങിയോ? പ്രതീക്ഷിക്കാതെ പിന്നിൽ കേട്ട ശബ്ദത്തിലെ പാരുഷ്യം അവളെ തൊട്ടതേയില്ല. രാവിലെ കണ്ട കാഴ്ചയുടെ കുളിർമ ചൂഴ്ന്നു നിന്നിരുന്നു. ഗീതാഞ്ജലിയിലെ 4 വരികൾ ചുണ്ടിലെത്തിയത് പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ തന്നെ മടക്കി അയച്ച സുഗുണ തന്നേക്കാൾ മുൻപേ ഓടി അടുക്കളവാതിൽക്കൽ എത്തുന്ന കുസൃതി മുഖം അയാളെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മൂക്കിലടിച്ചു കയറുന്ന രൂക്ഷമണം തിരിച്ചറിഞ്ഞത്. ഇനിയിപ്പോൾ ഓടിച്ചെല്ലണ്ട. പാൽ തിളച്ച് വെറ്റി പാത്രം കരിയുന്ന കാഴ്ച നീ സാധിപ്പിച്ചു തന്നു. ദിവസത്തിന് നല്ല തുടക്കം. പിന്നിലുയർന്ന കളിയാക്കൽ അവളെ നിശബ്ദയാക്കി. അകത്തെ മുറിയിൽ നിന്നും പിന്നീട് വിളി ഉയർന്നപ്പോൾ അടുത്തതെന്താകും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഗോതമ്പ് പൊടി പുരണ്ട കൈയുമായി മുറിയിലേക്ക് ചെന്നത്. കുളി കഴിഞ്ഞ് ഓൾഡ് സ്പൈസിൻ്റെ മണവുമായി നിന്നിരുന്ന ആ കവിൾത്തടം വാസനിക്കാൻ വല്ലാത്ത കൊതി തോന്നിയെങ്കിലും ഗൗരവമയ്യാത്ത മുഖം കണ്ടപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചു. കട്ടിലിൻ്റെ തലയ്ക്കൽ വെച്ചിരുന്ന റേഡിയോ പാടിയിരുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചും കൊണ്ട് അയാൾ ചോദിച്ചതിൽ സൗമ്യത കലർന്നിരുന്നു. ഇതേത് രാഗമാണിടോ? ശങ്കരാഭരണത്തിൽ നിന്ന് പഞ്ചമസ്വരം മാറ്റിയാൽ ശരണം ഭവയാണ് കീർത്തനം. സാധാരണ പ്രയോഗത്തിലുള്ളതല്ലല്ലോ. അപൂർവ രാഗമാണെങ്കിലും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് ഓർത്തിട്ട് കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വെമ്പലോടെ നോക്കി നിന്ന കണ്ണുകൾ കണ്ടില്ല എന്ന് ഭാവിച്ച് തിരിഞ്ഞു നടന്നപ്പോൾ പിന്നിൽ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് കാതിൽ വന്നു വീണിരുന്നു. കണ്ട പൂച്ചയുടെ പിറകെയൊക്കെ കിന്നാരം പറഞ്ഞ് നടക്കുന്ന നേരത്ത് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. പറയുമ്പോൾ മ്യൂസിക്കാണ് പഠിച്ചത്. അതെങ്ങനെ? ഓരോന്നിനും ഓരോ താല്പര്യം വേണം.
എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കണ്ടും കൊണ്ട് ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. 1 വർഷം തികയുന്ന വിവാഹ ജീവിതം കൂടുതൽ അപരിചിതത്വത്തിലേക്കാണോ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് എന്നൊരു സംശയം ശക്തമായി തുടങ്ങിയിരുന്നു. രാവിലെ ഒരു ചായ കുടിക്കാത്തതിൻ്റെ ഉന്മേഷമില്ലായ്മയെക്കുറിച്ച് പിറുപിറുത്തുകൊണ്ട് പടിയിറങ്ങാൻ തുടങ്ങിയ മാധവൻകുട്ടി തിരിഞ്ഞു നിന്ന് കൈ ചൂണ്ടി പറയാൻ മറന്നില്ല, ഞാൻ വരുമ്പോഴേക്കും ആ ജന്തു ഇവിടെ കാണരുത്, ഓടിച്ചു വിട്ടേക്കണം. അതിൻ്റെ കരച്ചിൽ കേട്ട് ഇന്നലെ എൻ്റെ ഉറക്കം പോലും നേരെയായില്ല. മനസ്സില്ല. തർക്കുത്തരം നാവിൻ്റെ അറ്റത്ത് വന്ന് തട്ടിത്തടഞ്ഞു നിന്നിരുന്നു. അത് വെറുതെ, ഞാൻ രാത്രി കരഞ്ഞതേയില്ല. ഇളം തിണ്ണയുടെ താഴെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണുകൾ പറയുന്നത് കണ്ടപ്പോൾ സുഗുണയ്ക്ക് ചിരി വന്നു. കുറുകി കരിഞ്ഞു പിടിച്ച പാൽ ചുരണ്ടിയത് ഒരു ചിരട്ട മുറിയിലേക്ക് ഇട്ട് കൊടുത്തും കൊണ്ട് അവൾ വളരെ കാര്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത് കുടിച്ചിട്ട് നീ പൊയ്ക്കോളൂ. മാധവൻകുട്ടിക്ക് പൂച്ചകളെ ഇഷ്ടമല്ല എന്ന് അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നീ വൈകുന്നേരം വരുമ്പോൾ നിന്നെ കണ്ടാൽ പിന്നെയും തുടങ്ങും. സ്നേഹമുള്ള രീതിയൊക്കെ ആണെങ്കിലും ചില സമയങ്ങളിൽ തനി മൂർഖൻ തന്നെ. ചിരട്ടമുറി നക്കി തോർത്തി കുറച്ചു സമയം കൂടി അവളെ ഉരുമി നിന്ന പൂച്ചക്കുറുങ്ങി ഒക്കെ മനസ്സിലായതുപോലെ എന്തോ പറഞ്ഞുകൊണ്ട് വരാന്തയുടെ അറ്റത്ത് പോയി അവളെ നോക്കിക്കിടന്നു. ഇതിപ്പോൾ 4 മണി പലഹാരം ഉണ്ടാക്കി അവൾ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുഖം കറുപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോയ ആളുടെയും തൻ്റെയും മനസ്സ് ഒരേപോലെ അസ്വസ്ഥമാവുന്നത് സുഗുണയ്ക്ക് ഇനിയും പിടികിട്ടാത്ത രസതന്ത്രമാണ്. സാധാരണഗതിയിൽ രാവിലെ കഴിഞ്ഞതൊക്കെ മറന്നിട്ടാവും വരുന്നത്. എങ്ങാനും മറിച്ചാണെങ്കിൽ വരുമ്പോഴേ എങ്ങനെ അനുനയിപ്പിക്കണം എന്നതിനുള്ള പദ്ധതികളൊക്കെ മനസ്സിൽ ഒരുക്കൂട്ടി വെച്ചിട്ടാണ് ഈ കാത്തിരിപ്പ്. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ പൂച്ചക്കുഞ്ഞിനെ കാണുന്നില്ല എന്നതിൽ സങ്കടവും ആശ്വാസവും അവൾക്കൊരേ സമയം തോന്നി. പടിവാതിലിൻ്റെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ട് ചിന്തയിൽ നിന്നുണർന്ന സുഗുണ അടുത്തു വരുന്ന കാലടികളുടെ മുഖഭാവം പഠിക്കാൻ ശ്രമിച്ചു. എണീക്കുന്നതിന് മുൻപേ തന്നെ ചേർത്ത് പിടിച്ചുയർത്തിയ കൈകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറായ മനസ്സിനെ അവൾക്ക് തീരെ പിടികിട്ടിയില്ല. ഒരഭിമാനമൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് ശാസിക്കാൻ നോക്കിയെങ്കിലും തീരെ അനുസരണ കാണിക്കാതെ മനസ്സും ശരീരവും ആ കൈകൾക്കുള്ളിലേക്ക് തന്നെ തിരിയുന്നതറിഞ്ഞ് അവൾക്ക് അത്ഭുതം തോന്നി. കയ്യിലെ പൊതിയിൽ നിന്നും പുതിയ സോസ് പാൻ എടുത്ത് നീട്ടിക്കൊണ്ട് വാത്സല്യം ഒളിഞ്ഞ ശബ്ദത്തിൽ മാധവൻകുട്ടി പറഞ്ഞു, 2 എണ്ണമുണ്ട്, ഇനി 1 എണ്ണം കരിഞ്ഞാലും ചായ കുടിക്കാതിരിക്കേണ്ട. ചുറ്റും നോക്കിക്കൊണ്ട് കയ്യിലെ മറ്റൊരു പൊതി അവൾക്ക് നേരെ നീട്ടി അയാൾ തുടർന്നു, എവിടെ നിന്റെ കൂട്ടുകാരൻ? ഇതാ പൂച്ചയ്ക്കുള്ള തീറ്റയാണ്. ചോറും പാലും മാത്രം കൊടുത്ത് അവൻ്റെ ഓമനത്വം കളയണ്ട. ഇത് തപ്പി നടന്നാണ് ഞാൻ ലേറ്റായത്. അതിനെ ഞാൻ ഓടിച്ചു വിട്ടു. പറഞ്ഞു തീരുന്നതിന് മുൻപേ കുറുങ്ങൽ ചെവിയിൽ വന്ന് വീണു കഴിഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെ? ഞാൻ നിൽക്കണോ പോണോ? ചോദ്യം കണ്ണിലൊളിപ്പിച്ച് വരാന്തയ്ക്ക് താഴെ നിഴൽ. ഇതിനൊരു നല്ല പേര് കണ്ടുപിടിക്കണ്ടേ? ചോദിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കിയ അയാളുടെ അടുത്തെത്തി കുസൃതി നിറഞ്ഞ ചിരിയോടെ സ്വരം മൂളിക്കൊണ്ട് അവൾ തിരിച്ചു ചോദിച്ചു, ഹംസവിനോദിനി എന്നായാലോ? അവളെ നോക്കിയ കണ്ണുകളിൽ ഒരു നിമിഷം ആനന്ദം മിന്നിമറഞ്ഞു. ആവൂ, ഇപ്പോഴാണ് കിട്ടിയത്. രാവിലെ മുതൽ മനസ്സിൽ കയറിയതാണ്. അറിയാത്തത് കൊണ്ട് എന്തൊരു അസ്വസ്ഥതയായിരുന്നെന്നോ. നിനക്കിത് രാവിലെ പറഞ്ഞുവിടായിരുന്നോ പെണ്ണെ? കഴുത്തിൽ കൈകോർത്ത് കെട്ടിപ്പിടിച്ച് മാധവൻകുട്ടിയുടെ വിയർപ്പ് മണം തൻ്റെ ശരീരത്തിൽ പടരാൻ അനുവദിക്കുമ്പോൾ അവൾക്ക് ഉറപ്പായിരുന്നു, ഇനി കുറച്ചു സമയം തങ്ങളുടെ ലോകത്ത് പൂച്ചക്കുറിഞ്ഞിയില്ല, പാൽപാത്രമില്ല, ചായ കുടിക്കാത്തതിൻ്റെ ആലസ്യവും ഉണ്ടാകില്ല. ഹംസവിനോദിനി എന്ന ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ബെല്ലൈക്കൺ മറക്കരുതേ. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കും, സുരക്ഷിതരായിരിക്കും.